വൂൾസ് ആപ്പിൾ പ്ലസിൻ്റെ ഏറ്റവും വലിയ കോമഡി ആക്ഷൻ സിനിമയാണ്. ഇത് കാണാനാവുന്നതല്ല കാരണം ഹോളിവുഡിലെ 2 ലെജൻഡറി ആക്ടേഴ്സ് ജോർജ് ക്ലൂനി, ബ്രാഡ് പിറ്റും ഇവർ ഈ ഒരു സിനിമയിൽ ഉണ്ട്. ഇവരാണ് ഈ ഒരു സിനിമ ലീഡ് ചെയ്ത് പോകുന്നത് എന്നറിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമ കാണാനായിട്ട് വന്നത്. പിന്നെ ആസ് യൂഷ്വൽ ആപ്പിൾ TV+ ആണ്, അവരവരുടെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും എന്ന് വിചാരിച്ചു. അടിപൊളി ഒരു സിനിമയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനകത്ത് ആക്ഷൻ സീക്വൻസുകളൊക്കെ വളരെ കുറവാണ്, ഒരു കോമഡി ഫീലിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി ഭയങ്കര രസമാണ്. ഡയലോഗ്സ് ഒന്നും ഇല്ലാതെ എക്സ്പ്രഷനിലൂടെയുള്ള കുറേ സാധനങ്ങൾ, സിറ്റുവേഷൻ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ ഒരു സിനിമയിലുണ്ടെന്നാണ് എനിക്ക് കണ്ടു കഴിയുമ്പോൾ തോന്നിയത്. പ്രൊഫഷണൽ ഫിക്സേഴ്സായിട്ടുള്ള 2 ആളുകൾ, നിക്കും ജാക്കും, ഇവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സിറ്റുവേഷനിൽ വരുന്നു, ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് വരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. ഒരു ഇപ്പോൾ പറയുകയാണെങ്കിൽ മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു ഓൾഡർ വുമൺ, അവർ ഡിസ്ട്രിക്ട് അറ്റോർണിയായിട്ട് മത്സരിക്കുകയാണ്. അവരൊരു സിറ്റുവേഷനിൽ അകപ്പെടുന്നു. അതായത് ഒരു പയ്യൻ മരിക്കുന്ന സിറ്റുവേഷനിൽ ഇവർ അകപ്പെട്ടു പോകുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യണമല്ലോ, ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വൻ സീനാവും. അങ്ങനെ ഇവരുടെ ഒരു ട്രസ്റ്റായിട്ടുള്ള ആൾ കൊടുത്ത ഒരു നമ്പറിൽ വിളിക്കുന്നു. അപ്പം ജാക്ക് എടുക്കുന്നു. അങ്ങനെയാണ് ജാക്കിനെ കിട്ടുന്നത്. ജാക്ക് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് വരികയാണ്. ഈ സാധനങ്ങളെ ക്ലീനിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് വരുന്നു. പക്ഷേ വേറൊരു സിറ്റുവേഷനിൽ നിക്കും ഈ സിറ്റുവേഷനിലേക്ക് വരുന്നു. അങ്ങനെ ഇവർ 2 പേരും കൂടെ ഈ സെയിം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് വരുന്നു. 2 പേരും 2 ലോൺ വൂൾഫുകളാണ്. ഇവർ 2 പേരും ഒരിക്കലും ചേർന്ന് പോയില്ല. പക്ഷേ ഇവരെ ചേർത്ത് പോകുന്നൊരു സിറ്റുവേഷൻ അവിടെ വരുന്നു. ഇവർ 2 പേരും കൂടി ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നതാണ് സിനിമ കാണിക്കുന്നത്. എന്നിട്ട് ഇവർ ഈ ഒരു സാധനം ഹാൻഡിൽ ചെയ്ത് പോകുന്നതും ക്ലീൻ ചെയ്യണമല്ലോ, മെസ്സ് ക്ലീൻ ചെയ്യണം. അപ്പം ഇവർക്ക് അവിടുന്ന് കുറേ ഡ്രഗ്സ് കിട്ടും ഈ പയ്യൻ്റെ ബാഗിൽ നിന്നിട്ട്. ഈ ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യണം. ഡ്രഗ് കൊണ്ട് ഇത് ആർക്കാണോ ആരുടെ ഡ്രഗ് വന്നത് അവിടെ കൊണ്ട് കൊടുക്കണമൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ഇവർ ഈ സാധനം പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നീടാണ് അറിയുന്നത് ഇവർ 2 പേർക്കും കോമൺ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇവർ വർക്ക് ചെയ്യുന്നതൊക്കെ കോമൺ ആയിട്ടാണ്. ഇവർ എക്സാക്ട് 2 പേരും ഒരേ ആൾ തന്നെയാണ്. 2 പേര് 2 ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇവരുടെ സ്വഭാവം ഒരേപോലെയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജസ്റ്റേഴ്സ് എല്ലാം സെയിമാണ്. അങ്ങനെ ഇവർ 2 പേരും ഭയങ്കര ബഡ്ഡീസ് ആവുമോ എന്നുള്ളതാണ് ഈ ഒരു സിനിമ കാണിച്ചു പോകുന്നത്. ഭയങ്കര രസകരമായിട്ട് ഇവർ 2 പേരും ഈ ഒരു സിനിമ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഭയങ്കര സ്പീഡിലൊന്നുമല്ല സിനിമ പോകുന്നത്, 1.25 മണിക്കൂറുണ്ട്. നമ്മളെ ഇത് കാണുന്ന വ്യൂവേഴ്സിനെ ഭയങ്കരമായിട്ട് ഇത് കൊള്ളാല സംഭവം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. എത്ര വലിയ ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയാലും ഇവർ ഹാൻഡിൽ ചെയ്യുന്നൊരു ഇതുണ്ട്. ഭയങ്കര കൂളായിട്ടാണ് 2 പേര് ഹാൻഡിൽ ചെയ്യുന്നത്. 2 പേർക്ക് കോമൺ ആയിട്ട് കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇവരുടെ ഫ്രണ്ട്സൊക്കെ കോമൺ ആണ്. ഇവർ വർക്ക് ചെയ്തത് കോമൺ ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ ഇവരുടെ പാസ്റ്റ് ലൈഫിനെ പറ്റിയിട്ട് കുറേ സാധനങ്ങൾ ഇവർ സോൾവ് ചെയ്തുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. തമ്മിലറിയാത്ത 2 പേര് ഒരു സിറ്റുവേഷനിൽ കണ്ടുമുട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ പാസ്റ്റ് 2 പേരും കുറേ കാര്യങ്ങൾ ഒരേപോലെ ആയിരുന്നു, ഒരേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നു. പിന്നെ ആ സാധനങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് പോകുന്നു. അതിനിടയ്ക്കൂടെ ഈ ഡ്രഗ് പ്രോബ്ലം സോൾവ് ചെയ്യണം, ഈ പയ്യൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യണം. അങ്ങനെ സാധനങ്ങളെല്ലാം സോൾവ് ചെയ്ത് അവസാനം എന്താകും എന്നുള്ളതാണ് സിനിമ കാണിക്കുന്നത്. ഭയങ്കര രസകരമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു നൈറ്റ് നടക്കുന്ന സ്റ്റോറി, ഒരു നൈറ്റ് മോർണിംഗ് ആകുന്നതിന് മുമ്പ് നടക്കുന്ന സ്റ്റോറിയാണ് സിനിമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രസമായിട്ട് ഒരു രാത്രിയാണ് ഫുള്ള് സിറ്റുവേഷനിൽ കാണിക്കുന്നത്. അതുപോലെ ഒരു കിടിലൊരു കാർ സീനുണ്ട്, അത് ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മൂഡ് സ്പോയിലായി പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര രസകരമായിട്ടുള്ള ക്ലൂണിയുടെ ഒരു ഡ്രൈവിംഗ് സീനും അതേപോലെ തന്നെ ബ്രാഡ് പിറ്റിൻ്റെ റണ്ണിങ് സീൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഭയങ്കര രസകരമായിട്ട് എടുത്തിട്ടുള്ള സിനിമ. എന്നാലും കണ്ടു നോക്കുക. നമ്മൾ ടിപ്പിക്കൽ ആക്ഷൻ മൂവി എന്ന് പറഞ്ഞ് പോയി കാണാതിരിക്കുക, അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. കാരണം അങ്ങനെ ടിപ്പിക്കൽ ആക്ഷൻ മൂവി അല്ല, കോമഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പക്ഷേ സിറ്റുവേഷനിൽ ആക്ഷൻ വേണ്ടത് ആക്ഷൻ കൊടുത്തിട്ടുള്ള സിനിമയാണ് വൂൾസ്. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.